നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. ചേലക്കര സ്വദേശിനിയെ ഗുരുവായൂരിൽ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേലക്കര വില്ലടുത്ത വീട്ടിൽ 65 വയസ്സുള്ള സന്താനവല്ലിയുടെ മൃതദേഹമാണ് കിണറ്റിൽ കണ്ടെത്തിയത്. സംഭവത്തിൽ പെരുമ്പാവൂർ സ്വദേശി സുരേഷ് കുമാറിനെയും കൂട്ടാളികളെയുമാണ് പോലീസ് പിടികൂടിയത്. സുരേഷ് കുമാറും കൂട്ടാളികളും ചേർന്ന് ഇവരെ കിണറ്റിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പരവൂരിൽ നിന്നും രോഗിയുമായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസ് എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വെച്ച് നിയന്ത്രണം വിട്ടിടിച്ച് അപകടം. രോഗി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. ആംബുലൻസിന്റെ മുൻഭാഗത്തെ ടയർ പൊട്ടിയ നിലയിലാണ്. രോഗിയെയും പരിക്കേറ്റ ആളെയും വടക്കാഞ്ചേരി ആക്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിയിൽ നിന്നും വിദ്യാർത്ഥികളും യുവസമൂഹവും ഫുട്ബോളിൻ്റെയും സംഗീതത്തിൻ്റെയും വായനയുടെയും പൊതുപ്രവർത്തനത്തിൻ്റെയും മറ്റു കലാകായികപരവുമായ നല്ല ലഹരികളിലേക്ക് മാറി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് VT ബൽറാം MLA. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറങ്ങോട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലക്കാട് വാണിയംകുളം സ്വദേശികളായ 3 അംഗ കുടുംബത്തെ 4 ദിവസമായി കാണാനില്ലെന്ന് പരാതിയുമായി ബന്ധുക്കൾ. ഷൊർണൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വാണിയംകുളം കൃഷ്ണകൃപ വീട്ടിൽ 68 വയസ്സുള്ള ബാബു ഭാസ്കർ, ഭാര്യ 65 വയസ്സുള്ള രമാദേവി, മകൻ 32 വയസ്സുകാരൻ വിഷ്ണു എന്നിവരെയാണ് കാണാനില്ലെന്ന് കുടുംബം പറയുന്നത്.